ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന യാത്ര നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചു. കാരണം എന്താണെന്ന് പറയാം, ഇവിടെ ഭയങ്കര മഴയാണ്, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അപ്പം മുകളിൽ ഇവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്നോ പുഴയിൽ നിറച്ച് വെള്ളമാണ്, വെള്ളം താഴേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങാടിയിൽ നിന്ന് എടുത്തില്ല, അങ്ങാടിയിൽ നിന്ന് ബസ് ഇങ്ങ് പോകുന്ന മുകളിലോട്ട് എത്തിയപ്പോഴാണ് എടുത്തത്. ഇതിപ്പോൾ തിരുവമ്പാടി അങ്ങാടി മോൾ ഭാഗം എത്തിയിട്ടോ, നമ്മുടെ അങ്ങാടി തിരുവമ്പാടി അങ്ങാടി ആട്ടോ ഇത്. അപ്പം തിരുവമ്പാടീൻ്റെ ആനക്കാമ്പോയിൽ റോട്ടിന് പോകുന്ന അവിടെയാണ് തിരുവമ്പാടി പള്ളി. ഇതാട്ടോ തിരുവമ്പാടി പള്ളി, നല്ല വലിയ പള്ളിയാണ് കേട്ടോ. ഇവിടുത്തെ പെരുന്നാളൊക്കെ നല്ല വമ്പൻ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾ ഇത് കണ്ടോ, പള്ളിയാണെന്നില്ല ഞങ്ങൾ. ഇനി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കാരണം ഇങ്ങനെ മഴയാണ്, മലയ്ക്ക് ഉരുൾ പൊട്ടുമ്പോഴാണ് നമുക്കിവിടെ പുഴയിൽ വെള്ളം കയറി, ഇവിടെയൊക്കെ വെള്ളം കയറി. ഇപ്പോൾ ഈ ബസ് പോകുന്ന ഇവിടെയൊക്കെ വെള്ളം കയറും കേട്ടോ. പിന്നെ വണ്ടിയൊന്നും പോകാൻ പറ്റാണ്ടാവേ. അപ്പോൾ നമുക്കിവിടെ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടെ നിന്ന് അങ്ങാടിക്ക് വരാനും ഒക്കെ ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഞാൻ പേടിച്ചിരിക്കുക, എങ്ങനെ ഈ മഴ രാത്രിയും പെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വെള്ളം കയറിയാൽ നാളെ കടയിലേക്ക് വരാൻ പറ്റില്ല. അത് കണ്ടോ, ഈ തോട്ടിൽ വെള്ളം നിറഞ്ഞ് മൊത്തം കയറിട്ടോ. അയ്യോ, ഇതാ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അതാ വീട്ടിലൊക്കെ കണ്ടോ, ഇവിടെ പിന്നെ മണ്ണിട്ട് പൊക്കിയോണ്ട് ഇവിടെ വെള്ളം, ഇത് പുതിയ ബിൽഡിങ് വന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ വെള്ളം കയറും കേട്ടോ. ഇവിടെയൊക്കെ 2-3 ആൾ പൊക്കത്തിന് വെള്ളം കയറുക. ഇവിടെ കട്ടക്കളത്തിൻ്റെ പുറകിലൊക്കെ വെള്ളം കയറി കേട്ടോ. അയ്യോ, ഈ കട്ടക്കളമൊക്കെ മൂടുന്നതാണ്. ഈ കെട്ടിടമൊക്കെ പുതിയത് വന്നതാട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട്, ഇതാണ് ആനക്കാമ്പോൽ റോഡ് കേട്ടോ, ഇങ്ങോട്ട് തിരിയണം. ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ റോഡ് മൊത്തം റോഡ് പണി ആയതുകൊണ്ട് JCBക്ക് മാന്തി ഇട്ടേക്കാണ്. ഫുള്ള് കുണ്ടും കുഴിയാട്ടോ. കുലുങ്ങി കുതിരപ്പുറത്തിരിക്കുന്നതിനെക്കാട്ടിയും കഷ്ടമായിട്ടാണ് നമ്മൾ ബസ്സിലിരുന്ന് പോകുന്നത് കേട്ടോ. കണ്ടോ, ആ ഒരു സൈഡ് മൊത്തം മാന്തിയിട്ട് നിറച്ച് വെള്ളക്കെട്ടാണ്. ഇതിൽ ബൈക്കുകാർക്കൊന്നും വരാൻ കഴിയില്ല, കാരണം രാത്രിയൊന്നും തീരെ വരാൻ കഴിയില്ല. ഇതിൽ കുഴി എവിടെയാണ് നിരപ്പ് എവിടെയാണെന്ന് അറിയാത്ത രീതിയിൽ വെള്ളം കയറി കിടക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ യാത്ര കേട്ടോ.